ഏത് വിധേനയും യുദ്ധം നിർത്തണം എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ചിന്തിക്കുന്നത്. ഇനി ഏത് വിധേനയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ഒരേ രാജ്യമേ ഇപ്പം ലോകത്തുള്ളൂ. യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള പിശാചുക്കളായിട്ടുള്ള ഇസ്രായേൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പല ഡീലുകളും സംസാരിക്കുന്നുണ്ടെങ്കിലും ട്രംപ് ആയതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്നതല്ല കാരണം അടുത്ത മണിക്കൂറുകളിൽ പറയാമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പല പല ഡീലുകൾ പറഞ്ഞത് ഇന്നലത്തോടെ ഡീലെല്ലാം സെറ്റായി എന്ന് കണ്ട് നിൽക്കുന്ന സമയത്താണ് ട്രംപ് ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റിൽ തന്നെ എഴുതിയിട്ടുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. അതായത് ഒരു ഫൈറ്റർ ജെറ്റാണ്, അതിൻ്റെ താഴെ ഒരു മിസൈൽ ഘടിപ്പിച്ചിട്ട്, ഒരു ബോംബ് ഘടിപ്പിച്ചിട്ട് വരുന്ന ഒരു ഫോട്ടോ. വീണ്ടും ട്രംപ് ഒരിക്കലും, അതായത് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ലോക നേതാക്കളുണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ ട്രംപും, രണ്ട് അത് നെതന്യാഹുവാണ്. ഈ രണ്ട് ഭ്രാന്തന്മാരാണ് ഇപ്പം ലോകത്തിലെ പല കാര്യങ്ങളും ഈ അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇറാനോടുള്ള യുദ്ധം തുടങ്ങി വെച്ചതും അത് ഇതുവരെ എത്തിച്ചതും ഇപ്പോഴും ഇതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ തോൽവിയായിട്ട് കരുതുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ മാരീവ് ദിനപത്രത്തിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം എബ്രഹാം അക്കോർഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കരാർ 2018 ട്രംപ് ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതൊന്നും എവിടെയും എത്താണ്ട് പോയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ UAEയും അല്ലെങ്കിൽ ഇസ്രായേലും അങ്ങനെ ബഹ്റൈൻ പോലത്തെ കുറേ രാജ്യങ്ങൾ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ളൊരു കരാറെന്ന് മാറി ഇപ്പം പുതിയൊരു കരാർ അവിടെ വരാൻ പോകുന്നുണ്ട് എന്നാണ് മാരീവ് പറഞ്ഞിട്ടുള്ളത്. അത് എബ്രഹാം അക്കോർഡൊന്നുമല്ല, അതിൻ്റെ പേരാണ് മുഹമ്മദ് കരാർ, അല്ലെങ്കിൽ മുഹമ്മദ് അക്കോർഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കരാറാണ് ട്രംപ് കൊണ്ടുവരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാത്ത അവസ്ഥയിലോട്ട് എത്തിക്കും എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തൽ. അവരുടെ പേടി അല്ലെങ്കിൽ ഒറ്റപ്പെടും എന്നുള്ള പേടിയെക്കുറിച്ചാണ് ആ ഒരു ദിനപത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് ട്രംപ് പശ്ചിമേഷ്യയിൽ തികച്ചും ഭീതിജനകമായിട്ടുള്ള ഒരു പുതിയ ശക്തിക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒരുമിപ്പിച്ചിട്ട് ഒരു കരാർ നിർമ്മിക്കാനാണ് പോകുന്നത്. ഒരു പ്രാദേശിക രാക്ഷസൻ എന്നാണ് ആ കരാറിനെ വിശേഷിപ്പിക്കുന്നത്. പ്രാദേശിക രാക്ഷസ കരാറിനാണ് ജന്മം നൽകിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ദിനപത്രമായിട്ടുള്ള മാരീവ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അറബ് രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ എബ്രഹാം അക്കോർഡിന് പകരം ഇപ്പോൾ മുഹമ്മദ് കരാർ എന്നുള്ള രൂപത്തിലാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമാകാൻ പോകുന്നത് ഇറാൻ, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഷിയ സുന്നി സഖ്യം ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുമെന്നും ഈ സഖ്യത്തിലേക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ് UAEയും കൂടെ പങ്കുചേരും എന്നുള്ളതും പശ്ചിമേഷ്യയിലെ നിലവിലുള്ള അധികാര സമവാക്യങ്ങൾ പൂർണ്ണമായിട്ട് തിരുത്തി എഴുതപ്പെടാം. ഇസ്രായേലിന് ഈ മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒറ്റപ്പെടലുകളാണ് മുന്നോട്ട് വരാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ദിനപത്രത്തിൻ്റെ കാര്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറാന് ഷിയ അല്ലെങ്കിൽ ഷിയ സുന്നി തർക്കം അത് എത്ര കാലങ്ങളായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കാലങ്ങളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇറാൻ ഒരു ശക്തിയായിട്ട് ഇതുവരെ ഇവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇറാൻ വെറുതെ ഓരോന്ന് പറയും, ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലായിരുന്നു ഇത്രയും കാലം അറബ് രാജ്യങ്ങളും, ഈ പറഞ്ഞ ഇസ്രായേലും ഇറാനും അമേരിക്കയും എല്ലാം. പക്ഷെ അതല്ല, ഇപ്പം വേണമെങ്കിൽ ഈ കംപ്ലീറ്റ് അറബ് രാജ്യങ്ങൾക്കുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് അറബ് രാജ്യങ്ങളുടെ സുരക്ഷ വരെ അവരുടെ സാങ്ഷൻസും കാര്യങ്ങളൊക്കെ മാറി കിട്ടിക്കഴിഞ്ഞാൽ ആ സുരക്ഷ അമേരിക്കയും ഇസ്രായേലും കൊടുക്കുന്നതിലും നല്ല രീതിയിൽ ഇറാന് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷേ പലതരത്തിലുള്ള താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ മുമ്പുണ്ടായിട്ടുള്ള പല തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇതങ്ങോട്ട് ക്ലിയർ ആയിട്ട് പോകാത്തത്. ഇനി അതൊരു കാര്യം. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇപ്പം ഈ ഒരു യുദ്ധം നടന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ ഏതൊക്കെ സപ്പോർട്ട്, അമേരിക്കയുടെ സപ്പോർട്ടും ഇസ്രായേലിൻ്റെ സപ്പോർട്ടും ഈ അറബ് രാജ്യങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും എന്നിട്ടും ഇറാൻ്റെ ആക്രമണങ്ങൾ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് കൊണ്ടുവന്നിട്ടുള്ള ഈ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെയാണ്. തുടക്കത്തിലൊക്കെ അവർ എന്താ പറയുക, ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല, ഞങ്ങളുടെ ബേസുകൾ ഞങ്ങൾ ഇറാൻ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ കംപ്ലീറ്റ് പിന്തുണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇറാനെ തടുക്കാൻ ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഒരേ സമയത്ത് 8 സ്ഥലങ്ങളിലോട്ട് 8 രാജ്യങ്ങളുമായിട്ടൊക്കെ ഇറാൻ യുദ്ധം ചെയ്ത് പിടിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്ന ഒരു കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇറാൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതല്ലാതെ അവിടെ ഒരു പുതിയൊരു സമവാക്യം, അതായത് അമേരിക്കയേക്കാൾ കൂടുതൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒന്നാകും എന്നുള്ള പേടിയാണ് ഇപ്പം ഇസ്രായേലിനുള്ളത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ രാജ്യങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ, അതായത് ഇതിലോട്ട് ഇനി വരാൻ പോകുന്ന മറ്റൊരു രാജ്യം എന്ന് അവർ തന്നെ പറയുന്നത് അത് പാകിസ്ഥാനാണ് അവർ പറയുന്നത്. അതായത് പാകിസ്ഥാനും ഇതിൻ്റെ കൂട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അറബിക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പാകിസ്ഥാനും വന്നു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി പാകിസ്ഥാൻ ഒരു അണുവായുധമുള്ള രാജ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ഇറാൻ്റെ മിസൈൽ സപ്പോർട്ടുകൾ ഭയങ്കര ഹൈ ആണ്. ഇറാൻ്റെ ഇൻ്റലിജൻസ് നല്ലതാണ്. അതുപോലെ ഇറാൻ്റെ മിസൈലുകളും ബാക്കി ഈ ഡ്രോണുകളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ അവരുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ UAE
ബഹ്റൈൻ, കുവൈറ്റ്, അതല്ലെങ്കിൽ UAE, അവരുടെ സൗദിയൊക്കെ വന്നു കഴിഞ്ഞാൽ കാശ് കൊണ്ടും അവർ സമ്പന്നരായിട്ട് മാറും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ എതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുക എന്നാണ്. അപ്പോൾ ഈ ഒരു ശക്തികൾ കൂടി ആ കൂട്ടത്തിൽ അണവായുധമുള്ള രാജ്യങ്ങൾ കൂടുന്ന ആ ഒരു രാജ്യത്തിൻ്റെ കൂടെ കാശും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലോട്ട് എത്തും. അങ്ങനെ ഒരു ചിന്ത നല്ല രീതിയിൽ ഇപ്പോൾ ഇസ്രായേലികളുടെ ഉള്ളിലിട്ട്, അപ്പോൾ പുറത്ത് അമേരിക്കയും ഇസ്രായേലും നല്ലതാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബെഞ്ചമിൻ നെതന്യാഹുവിന് നല്ല ഒരു എന്താ പറയുക ഉള്ളിൽ ട്രംപുമായിട്ടുള്ള ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ട്രംപിൻ്റെ പുതിയ കരാറിൽ ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് താല്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഈ കരാർ വരുന്നതുണ്ടെങ്കിൽ വരിക എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതിനൊരു പ്രാദേശിക രാക്ഷസൻ എന്ന്, അതായത് റീജിയണൽ മോൺസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയാനുള്ള കാരണം തന്നെ ഇവരുടെ ഇത്രയും ശക്തികൾ കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ ആ ഒരു ഏരിയയിലെ കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലോട്ട് അടക്കപ്പെടും എന്നാണ് അവർ സ്വയം ചിന്തിക്കുന്നത്. ഈ ഷിയ സുന്നി സഖ്യം ഇതോടുകൂടി ഈ പരസ്പരം ഉണ്ടായിട്ടുള്ള ഈ ഒരു ശത്രുത ഇല്ലാണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ രാജ്യങ്ങൾ ഒന്നാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അതിൻ്റെ കൂടെ പാകിസ്ഥാൻ കൂടുക എന്നുള്ളത്, ആണവ ശക്തിയും കൂടെയുള്ള കൂടെ കാശ് കിട്ടുക, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു മുഹമ്മദ് അക്കോർഡ് എന്നുള്ള രീതിയിലോട്ട് പോകും. അതൊരു എബ്രഹാം അക്കോർഡ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കാലം കഴിഞ്ഞ് അതൊരു മുസ്ലിം രാജ്യങ്ങളുടെ മാത്രം, അതായത് എബ്രഹാമിക് മതങ്ങൾ എന്നുള്ളത് മാറിയിട്ട്, അപ്പോൾ ജൂതമതം, ക്രിസ്ത്യാനിറ്റി എന്നുള്ളതൊക്കെ മാറിയിട്ട് അതൊരു മുഹമ്മദ് അക്കോർഡിലോട്ട് മാത്രം ചുരുങ്ങുന്ന രീതിയിലാണ് പോകുന്നത് എന്ന് ചില വിദഗ്ധർ, അതായത് അവിടെ തന്നെ ഇസ്രായേലിൽ തന്നെയുള്ള ആളുകൾ അവർ സ്വയം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്കിതുവരെ കണ്ടിട്ടുള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ വരുമെന്ന് തോന്നില്ലെങ്കിലും കുറേ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കുറേ ഈ ഔട്ട്ലൈൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നാം ഇത്രയും ബെസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനൊന്നും ഇപ്പം ഒരു രാജ്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. അവർ കൂടുതൽ സൈനികപരമായിട്ടും ബാക്കി എല്ലാ രീതിയിലും അവരുടെ ശക്തി കൂടാനുള്ള ചാൻസസേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പം ഇസ്രായേൽ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കരാറിനെ തടുക്കാൻ അല്ലെങ്കിൽ അതിനില്ലാണ്ടാക്കാൻ ഏത് രീതിയിലും ഇസ്രായേൽ ഏത് കളിയും കളിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇനി ആ ഒരു കരാറ് അറിയില്ല, വരികയാണെങ്കിൽ നല്ലൊരു കാര്യം. അതോടുകൂടി ഈ അറബ് രാജ്യങ്ങളുടെ മേലോട്ടുള്ള കുതിരകയറ്റം ഒരുപാട് കുറയും. ഇനി അമേരിക്കൻ എന്താ പറയുക, ഈ ഒരു ആധിപത്യം ഉണ്ടല്ലോ, അവരെ ഈ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണല്ലോ ഇപ്പം അറബ് രാജ്യങ്ങൾ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. പക്ഷേ അത് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കണ്ട് തന്നെ അറിയാം. പക്ഷേ അവർ കാര്യമായിട്ടുള്ള ഒരു ന്യൂസ്, അല്ലെങ്കിൽ മാരിയോ പോലത്തെ ഒരു ന്യൂസ് പേപ്പറിൽ ഇത്രയും കറക്റ്റായിട്ടുള്ള ലേഖനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അകത്തെ ആ ചിന്തകളും പേടികളുമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കരാറിനെ കുറിച്ച്, അതായത് ഇപ്പം അമേരിക്ക ഇസ്രായേൽ ഡീലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് വരെ നമ്മളെല്ലാവരും വിചാരിച്ചു ഇത് ഡീലായി, ഇപ്പം ഈ പറഞ്ഞ 60 ദിവസത്തോട്ട് ഇനി വെടിനിർത്തലും അതിൻ്റെ ഇടയ്ക്ക് കരാറുകളൊക്കെ സെറ്റാകും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിനുശേഷം ട്രംപ് ഇടുന്ന ഓരോ പോസ്റ്റുകളും ഭയങ്കരമായിട്ട് എന്താ പറയുക, യുദ്ധം വേണം, ഇതൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ തന്നെയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് പറഞ്ഞിട്ടുള്ള നമുക്ക് സമയമുണ്ട്, പതുക്കെ കണ്ടും അറിഞ്ഞൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നു. അതേ സ്ഥാനത്ത് ക്ലിയറാക്കി ഇറാൻ്റെ തസ്നീം വാർത്താ ഏജൻസി പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ മുഖേന പരോക്ഷ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ അമേരിക്കയെ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നാണ് തസ്നീം ന്യൂസ് പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അന്തിമ കരാറുകളൊന്നും ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടില്ല. ഇനിയൊരു കരാർ ഉണ്ടായാൽ തന്നെ അത് ഇറാൻ അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും അതീവ സുരക്ഷയോടെ തന്നെ നിരീക്ഷിക്കും. വാഷിങ്ടൺ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല, അതിൽ പരാജയപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അത് യുദ്ധത്തിലോട്ട് തന്നെ ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു ഡീൽ എത്തും എന്നാണ് തസ്നീം ഏജൻസി പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. 2018 മുമ്പുണ്ടായിട്ടുള്ള ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായിട്ടാണ് പിന്മാറിയിട്ടുള്ളത്. അത്തരം ഒരു ചരിത്രം അമേരിക്കയ്ക്കുള്ളത് കൊണ്ടും പിന്നെ 2-3 പ്രാവശ്യങ്ങളായിട്ട് അമേരിക്കയും ഇസ്രായേലും മുന്നറിയിപ്പുകളൊന്നും ഇല്ലാണ്ട് ഇറാൻ ആക്രമിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടും ഞങ്ങൾക്ക് വിശ്വാസം ഒട്ടുമില്ല. ഇപ്പോൾ ട്രംപ് ഒന്ന് പറഞ്ഞു, ഇറാൻ അവരുടെ കംപ്ലീറ്റ് ആണവായുധങ്ങളൊക്കെ എൻറിച്ച്ഡ് യുറേനിയം അവരിതാ തിരിച്ചു തരാൻ പോകുന്നു, അത് അവിടുന്ന് അവർ ക്ലിയർ ചെയ്യും എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ക്ലിയർ ആക്കിയിട്ടുണ്ട്. കരാർ ഒപ്പിട്ടാലും തങ്ങളുടെ ആണവ ശേഷിയോ സൈനിക ശക്തിയോ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യില്ല എന്നും കൂടെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ കരാറിൻ്റെ മറ്റ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ലെബനോനിലോട്ടുള്ള യുദ്ധം കംപ്ലീറ്റ്ലി നിർത്തണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഇസ്രായേലിന് ഒരു രീതിയിലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ലെബനോനുമായിട്ടുള്ള യുദ്ധം നിർത്തുക, കാരണം അവരുടെ വിശാല ഇസ്രായേലിൻ്റെ ഭാഗമാകണം ലെബനോൻ. എങ്കിലും ലെബനോനോട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വിശാല ഇസ്രായേലിൻ്റെ എന്താ പറയുക, ഈ അവരുടെ ഭൂമി ശാസ്ത്രപരമായിട്ട് അവർക്ക് കൂട്ടി എടുക്കണമെങ്കിൽ നിർബന്ധമാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവിടെ എത്രയോ ഭാഗം അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ഒരുപാട് സൈനികർ മരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ മരിച്ചൊരു സൈനികൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അവിടെ ദിവസവും ആളുകൾ വെച്ച് ഇഷ്ടം പോലെ മരണപ്പെടുന്നുണ്ട്. എങ്കിലും അവർക്ക് ആ യുദ്ധം നിർത്താൻ ഒരു താല്പര്യം ഇപ്പം ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കരാറ് എത്രത്തോളം മുമ്പോട്ട് നല്ല രീതിയിൽ ഇസ്രായേൽ ഇടങ്കോലിടാണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വലിയ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് എല്ലാവർക്കും
നടക്കും. അമേരിക്ക ഇനിയിപ്പോൾ ഇറങ്ങിയാലും ഇസ്രായേൽ അതിൽ നിന്ന് മാറി തന്നെ നിൽക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറാൻ ആക്രമിച്ചോളാം, അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ പേടിയുള്ളത് കൊണ്ട് ലെബനോനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആക്രമിക്കും എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ഇതിന് വീണ്ടും തുനിഞ്ഞിറങ്ങാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നാണ് ഇപ്പം എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി പുതിയ വല്ല അപ്ഡേറ്റുകളും വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതുകൂടെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.